ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല ആളുകളെയും കാണാറുണ്ട്, അവർ റിലേഷൻഷിപ്പിലാണ്, പക്ഷേ ഇമോഷണലി ഭയങ്കരമായിട്ട് ഒറ്റയ്ക്കാണെന്ന് ഫീൽ ചെയ്യുന്ന ആളുകൾ. അതായത് ഇമോഷണലി അവർ സിംഗിളാണ് എന്നുള്ളതാണ്, പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവർ റിലേഷൻഷിപ്പിലാണ്. സോ അങ്ങനെ കുറേ പേരുണ്ടാവാറുണ്ട്. സോ നിങ്ങളും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അതായത് റിലേഷൻഷിപ്പിൽ തന്നെയാണ് നിങ്ങളുള്ളത്, ബട്ട് ഇമോഷണലി നിങ്ങൾക്ക് സിംഗിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതായത് സ്വയം നമുക്ക് നമ്മളിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് നോക്കാം, റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും ഇമോഷണലി സിംഗിളായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകൾ അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഹാപ്പി ന്യൂസ് കേട്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഒരിക്കലും നമ്മൾ ആദ്യം നമ്മുടെ പാർട്ട്ണറോട് പറയണം എന്ന് വിചാരിക്കില്ല. അതായത് നോർമലി നമ്മളെല്ലാവരും എങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷമുള്ള ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആലോചിക്കുക നമ്മുടെ പാർട്ട്ണറെയാണ്, അല്ലെങ്കിൽ നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത് ആ ഒരു പേഴ്സൺ ആയിരിക്കും. അവരോട് പറയണം, അവരോട് ആദ്യം ഷെയർ ചെയ്യണം എന്നാണ് നമ്മൾ ചിന്തിക്കുക. ഈ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിലേക്ക് വരുന്നതും അവരുടെ ഒരു ഫേസ് ആയിരിക്കും. പക്ഷേ ഇവിടെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരിക്കലും അവരോട് ആദ്യം പറയണം എന്നൊരു തോന്നൽ വരില്ല എന്നുള്ളതാണ്. പകരം നിങ്ങൾ മറ്റാരെങ്കിലും ആയിരിക്കും വിളിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവരെ ആയിരിക്കും അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവുക. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമോഷണലി നിങ്ങൾക്ക് ഇപ്പോഴും അവരുമായിട്ട് റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതായത് നിങ്ങൾ നോർമലി ഇപ്പോൾ ഫിസിക്കലി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അവരൊരുമിച്ചിരിക്കാറുണ്ട്, കുറേ കാര്യങ്ങൾ മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ബട്ട് ഇമോഷണലി മാനസികപരമായിട്ട് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിലാണ് എന്നൊരു തോന്നൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ്, സിംഗിളാണ് എന്നുള്ളതായിരിക്കും. അത് മേ ബി എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് കൊണ്ടൊക്കെ ആയിരിക്കാം. നമ്മൾ ഒത്തിരി സംസാരിച്ച് കഴിയുമ്പോഴാണ് പരസ്പരം ഒരുപാട് മനസ്സിലാക്കാൻ പറ്റുക, അതേപോലെ തന്നെ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുക, അടുത്തറിയുക. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതില്ലാണ്ടാവുന്ന സമയത്ത് ഓഫ് കോഴ്സ് നിങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് എന്തായാലും വരും. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇമോഷണലി സിംഗിൾ ആണ് എന്നൊരു ഫീല് വരാനുള്ള കാരണം. സോ എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഹാപ്പി ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ, അത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് പറയണം എന്ന് വിചാരിക്കുന്നുണ്ടാവില്ല. അവരുടെ ഫേസ് പോലും നിങ്ങൾക്ക് മൈൻഡിലേക്ക് വരില്ല. പകരം മറ്റാരോടെങ്കിലും പറയാനായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നുണ്ടായിരിക്കാം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരുന്ന സമയത്ത് നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യും. അവോയ്ഡ് ചെയ്യാന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, ഇപ്പം നിങ്ങൾക്ക് ഒരു ടെൻഷനോ സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായെന്ന് വിചാരിക്കാം. അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി എന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും, അങ്ങനെ എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും, നമ്മൾ ഇപ്പം എങ്ങനെയാണ്, നമുക്കിപ്പോൾ ഒരാളോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആവും എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക. അതായത് ഒരു ടെൻഷനോ മറ്റോ വന്നു കഴിഞ്ഞാൽ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുക നമ്മുടെ പാർട്ട്ണറോട് പറയുക എന്നുള്ളതാണ്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്ന് അടുത്തിരുന്നാൽ, അല്ലെങ്കിൽ ഒന്ന് സമാധാനിപ്പിച്ചു കഴിഞ്ഞാൽ പകുതിയോളം പ്രശ്നം നമുക്ക് ഇല്ലാണ്ടാവും. അപ്പോൾ അവരോട് പറയാം എന്ന് നമ്മൾ വിചാരിക്കും. അത് നമ്മൾ അവരെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, അതായത് ആത്മാർത്ഥമായി നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ എന്താണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അവരോട് ഷെയർ ചെയ്യണം എന്ന് നമുക്ക് തോന്നില്ല. അതായത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ കിട്ടും, സോ അവരോട് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അവർ ഒന്ന് സമാധാനിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും എന്നൊരു തോന്നൽ നമുക്ക് വരില്ല എന്നുള്ളതാണ്. പകരം നമ്മൾ മറ്റാരെങ്കിലും അപ്രോച്ച് ചെയ്യും. അതായത് ഇപ്പം നമ്മുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, ഇങ്ങനെ മറ്റാരെങ്കിലും ആയിരിക്കും നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് പറയാനായിട്ടോ അല്ലെങ്കിൽ ഒരു സമാധാനത്തിനൊക്കെ വേണ്ടി നമ്മൾ പോകുന്നുണ്ടായിരിക്കുക. അവിടെയും നമ്മൾ ആ ഒരു പേഴ്സണെ, അല്ലെങ്കിൽ അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറെ നമ്മൾ അവോയ്ഡ് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസ് വളരെ സ്ലോലി ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല രീതിയിലൊരു കോൺവെർസേഷൻ ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കില്ല. ഒരു പേടിയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അതായത് സംസാരിക്കാൻ പേടിയാണ്, എന്തെങ്കിലും തുറന്നു പറയാനായിട്ടൊരു പേടി ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ രീതിയിലും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പേടി നമുക്ക് ഫീൽ ചെയ്യും. കൺഫ്യൂഷൻ ആവും, ഇവരോട് പോയി പറയണോ ഇല്ലെങ്കിൽ എന്തെങ്കിലും വിചാരിക്കുമോ, ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ഒരു ക്ലാരിറ്റി നമുക്ക് അവരെക്കുറിച്ച് എപ്പോഴും കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡീപ്പ് കമ്മ്യൂണിക്കേഷൻ കോൺവെർസേഷൻ നിങ്ങൾക്കിടയിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അത്തരത്തിൽ ഒരു ഡീപ്പ് കമ്മ്യൂണിക്കേഷന്റെ കുറവ് അവിടെ ഉണ്ടായിരിക്കും. നാലാമതൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഓരോ സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടിന്റെ ആവശ്യമുണ്ടെങ്കിൽ പോലും മറ്റാരുടെയും സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടി വരില്ല. അതായത് നിങ്ങൾ തന്നെ ചിന്തിക്കുന്ന കാര്യമുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യണം, എനിക്ക് കൂടെ ആരുമില്ല, സോ സർവൈവ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്
എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വരും. ആ ഒരു ഫീലാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. നോർമലി നമ്മുടെ റിലേഷൻഷിപ്പിലാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ എനിക്ക് എൻ്റെ പാർട്ട്ണർ ഉണ്ടല്ലോ, അവരോട് പറയാം, അപ്പോൾ കുഴപ്പമില്ല, ഏകദേശം എല്ലാം ഓക്കെ ആവും, എനിക്ക് ഷെയർ ചെയ്യാൻ ഒരാളുണ്ട് എന്നൊരു തോന്നലാണ് വരിക. പക്ഷെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ ഉണ്ടാവുന്ന ഒരാൾക്ക്, അതായത് റിലേഷൻഷിപ്പിലാണ്, പാർട്ട്ണർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട്ണർ ഉണ്ട്, പക്ഷേ മാനസികപരമായിട്ട് ഒന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരില്ലാത്തതുപോലെയാണ്, അതായത് സിംഗിൾ ആയതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർ ഒറ്റയ്ക്ക് എല്ലാം സർവൈവ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ അവർ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുന്ന സമയത്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പോ സപ്പോർട്ടോ ഒക്കെ വേണ്ടി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ വേണ്ടി വരുന്ന സമയത്ത് മറ്റാരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് നിങ്ങളെല്ലാം ചെയ്യാൻ പഠിച്ചു, ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു എന്നുള്ളത് നോക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ പുറകിലെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിലവിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒറ്റപ്പെടൽ എന്തായാലും ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതായത് അവർ കൂടെ ഉണ്ട്, അവർ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്, അവരുടെ പ്രസൻസ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒറ്റയ്ക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടാവും. അവരടുത്തുണ്ടോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ചാണ്, നിങ്ങളുടെ തൊട്ടടുത്ത് ആ ഒരു പേഴ്സൺ ഇരിക്കുന്നുണ്ട്, അവർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അവർ നിങ്ങളെ വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, അവർ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാറുണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു ഫീല് കിട്ടുന്നില്ല. അതായത് നിങ്ങളുടെ പാർട്ട്ണർ ആണ് എന്നുള്ളൊരു ഫീല്, ഒരു സ്നേഹം എന്നുള്ളൊരു ഫീല്, പ്രണയം, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അവർ സംസാരിക്കാനും വിളിക്കാനും ഒക്കെ ഉണ്ട്, പക്ഷേ ഒരു പ്രണയം എന്നുള്ള ഒരു ഫീല് നിങ്ങളുടെ മൈൻഡിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് വരില്ല. ആ ഒരു ഫീല് നിങ്ങൾക്ക് അവരോട് കിട്ടുന്നുണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം അത് തന്നെയാണ്, റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത് കൊണ്ട് കാര്യമില്ലല്ലോ. അതായത് നമ്മളിപ്പോൾ ഒരാൾ നമുക്ക് പാർട്ട്ണറായിട്ടുണ്ട്, നമ്മൾ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. നമുക്ക് എല്ലാ രീതിയിലും ആ ഒരു പേഴ്സണെ പാർട്ട്ണറായിട്ട് കാണാൻ പറ്റണം. അങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് വേണ്ടത്. അപ്പോൾ ഇവിടെ അങ്ങനെ അല്ല എന്നുള്ളതാണ്. നിങ്ങൾ പാർട്ട്നേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് ആണ്, ബട്ട് നിങ്ങൾക്ക് ഇമോഷണലി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾക്ക് സിംഗിൾ ആയതുപോലെ ഫീൽ ചെയ്യുന്നു. സിംഗിൾ ആയതുപോലെ എന്ന് പറയുമ്പോൾ അതായത് നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ സത്യത്തിൽ അത് അങ്ങനെയല്ല, പക്ഷെ പ്രവൃത്തിയിൽ വരുമ്പോൾ അത് അങ്ങനെ ആയിട്ട് വരുന്നതാണ്. അപ്പം മനസ്സിലാക്കുക, ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ്റെ കുറവായിരിക്കും. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം ഒരു റിലേഷൻഷിപ്പിൽ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപരിചിതരെ പോലെ എന്തായാലും ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ആ ഒരാളെയും അറിയാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അവർക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങളെ പ്രത്യേകിച്ച് ഒന്നും അറിയില്ല, നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു, ഇനി എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, നിങ്ങളുടെ ഫീലിങ്സ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊന്നും ആൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പൊ ഇത്തരത്തിൽ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നന്നായി തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുക. അതായത് കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. അവരോട് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരോട് തുറന്നു പറയാം. അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ തുറന്നു പറയാം. എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, അതെന്താണെന്നുള്ളത് അറിയില്ല, അത് നമുക്ക് ഓക്കെ ആക്കാൻ ശ്രമിക്കണം രണ്ടുപേർക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഒറ്റപ്പെട്ട ഒരു ഫീൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിട്ടുമല്ല എന്നുള്ളൊരു തോന്നലൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നിങ്ങൾ തന്നെ ട്രൈ ചെയ്യാം. അപ്പം ഇനി അതിനെന്താ ചെയ്യേണ്ടത്, കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണം, ഞങ്ങൾക്ക് ഒന്നുകൂടി ഓക്കെ ആവണം റിലേഷൻഷിപ്പ് എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കാതിരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്